ക്വാളിറ്റിയിൽ വിലക്കുറവിന്റെ വിപ്ലവം. ഇപ്പോൾ വാങ്ങിയാൽ 3 ഇരട്ടി വാങ്ങാം. വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ നിലമ്പൂരിലും. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഏതെടുത്താലും 199 രൂപ മാത്രം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. LDF-ന്റേത് സമരപ്രഹസനമാണെന്ന് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ. മുൻ LDF സർക്കാരാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട അവസാന ഗഡു ഫണ്ട് നൽകാതെ ഒഴിഞ്ഞുമാറിയത്. ഇപ്പോൾ CPM നടത്തുന്നത് രാഷ്ട്രീയ നാടകം മാത്രമാണെന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വഴിക്കടവ് പഞ്ചായത്തിന് മാത്രം പ്ലാൻ ഫണ്ട്, ജനറൽ, പട്ടികജാതി പദ്ധതി, പട്ടികവർഗ ഉപപദ്ധതി തുടങ്ങിയവയിൽ 2,60,83,747 രൂപ കഴിഞ്ഞ ഇടത് സർക്കാർ നൽകാനുണ്ട്. LDF പ്രഖ്യാപിച്ച സമരം പ്രഹസനവും ജനങ്ങളെ പരിഹസിക്കലുമാണെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. കുടുംബശ്രീയുമായി സഹകരിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 18 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാർക്കായി റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിക്കുമെന്നും ഇതിന്റെ മുന്നോടിയായി 10-ാം തീയതി വിപുലമായ യോഗം ചേരുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടനെ കൂടാതെ വൈസ് പ്രസിഡന്റ് ഉഷ വേലു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ വർഗീസ്, മുജീബ് എരഞ്ഞിലി, അംഗങ്ങളായ മാനു കോനാടൻ, പാത്തുമ ഇസ്മായിൽ, ബിന്ദു വേലായുധൻ, ഫൗസിയ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സർക്കാർ നമുക്ക് നൽകാൻ 3-ാം ഗഡു തരാത്തത് എല്ലാ ആളുകൾക്കും അറിയുന്നതാണ്. ഇത് നമ്മുടെ പ്രവർത്തനങ്ങളെ എല്ലാ ഈ കേരളത്തിലുള്ള മുഴുവൻ പഞ്ചായത്തുകളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. 3-ാം ഗഡു ലഭിക്കാതെ, പ്ലാൻ ഫണ്ട് ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആ ഒരു അവസ്ഥ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തും അനുഭവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു ഫണ്ട് ലഭിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഭിന്നശേഷി ആളുകൾക്കുള്ള സ്കോളർഷിപ്പുകൾ, ക്ഷീര കർഷകർക്കുള്ള ഫണ്ടുകൾ, അതുപോലെയുള്ള ഫണ്ടുകൾ നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുക്കാൻ കഴിഞ്ഞ പഞ്ചായത്തും എഗ്രിമെന്റ് വെച്ച പഞ്ചായത്തും വഴിക്കടവ് പഞ്ചായത്താണ്. അവിടെ പറഞ്ഞ ഈ ലൈഫ് മിഷൻ പദ്ധതി അട്ടിമറിച്ചു എന്നുള്ളത്. ലൈഫ് മിഷൻ പദ്ധതിക്ക് ഈ ഫണ്ട് കിട്ടിയിട്ടില്ല, അതിൻ്റെ അവസ്ഥ തന്നെ ഫണ്ടുകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇതൊക്കെ ഒരു സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ട് കിട്ടാത്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫണ്ട് കിട്ടാത്ത കാര്യം പ്രതിപക്ഷത്തിനും അറിയാം, ഭരണപക്ഷത്തിനും അറിയാം, ഈ ലോകത്തുള്ള, ഈ നാട്ടിലുള്ള കേരളക്കരയിലുള്ള എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമാണ്. അത് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഗ്രാമസഭകളിലൂടെ ജനങ്ങളെ വിവരം അറിയിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു സമരവുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തുന്ന ആ ഒരു പ്രതിഷേധ സമരം, അത് തീർച്ചയായിട്ടും അതൊരു പ്രഹസനമായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അതിനെ നമുക്ക് തരാനുള്ള ഫണ്ട്. ന്യൂസ് ബ്യൂറോ, എടക്കര.